Hi everyone, welcome to the Lady and YouTube channel. ഇന്ന് കിച്ചണിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. ഞാനും ഏട്ടനും കൂടി ഇന്നലെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വെണ്ണല എത്തിയപ്പം മറ്റേ കുഞ്ഞു മാങ്ങയില്ലേ, ആ മാങ്ങ കണ്ടു. ചന്ദ്രകാരൻ അങ്ങനെ എന്തോന്ന് തോന്നുന്നു പറയാം. ആ മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ നമ്മൾ അതിൽ പാസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പെട്ടെന്ന് നിർത്തിയിട്ട് വാങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ സൈഡാക്കിയിട്ട് അത് വാങ്ങിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇപ്പം മാംഗോ സീസൺ ഒക്കെ ആയില്ല. അപ്പം ഫുള്ള് എവിട്ട് നോക്കിക്കഴിഞ്ഞാലും മാങ്ങയാണ്. ഇപ്പൊ മരത്തിന്റെ മുകളിലൊക്കെ ആണെങ്കിലും ഫുൾ മാങ്ങയും അതുപോലെ തന്നെ ചില മാവിലും നിറയെ പൂട്ടിട്ട് ഇല പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നല്ല മാങ്ങ ഉണ്ടാവുന്ന തോന്നുന്നത്. അപ്പം നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. ഞാൻ മാങ്ങയൊക്കെ കഴുകിയിട്ട് എടുത്തതാട്ടോ. പിന്നെ നമുക്കിത് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് ഇടാം. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അയാള് നമുക്കുള്ളത് പാക്ക് ചെയ്ത് തന്നു. അതല്ലാതെ ഒന്ന് കഴിക്കാനും തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ നല്ല മണമുണ്ട്. ശരിക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ അജുവിന് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് എരിവും മധുരവും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ്. പുളിയിഞ്ചി, പിന്നെ നമ്മളെ കോഴിക്കോട് ഐസൊരു ഇതില്ല, അത് ഞാൻ പുളിയും മധുരവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാം. സൂപ്പർ മണം. ഞാൻ ഫുള്ള് തൊലി കളഞ്ഞു കേട്ടോ. എത്ര എണ്ണം ഉണ്ട് നോക്കട്ടെ. 2, 4, 6, 8, 10 എണ്ണം. 10 എണ്ണം ഉള്ളത്. കഴിച്ചോട്ടെ. അടിപൊളി. ഇതാണ് മാങ്ങ. ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇത് നമ്മൾ വീട്ടിൽ ശർക്കര പൊടിച്ചു വെച്ചതാ. ഇവിടെ കാപ്പിക്കൊക്കെ ശർക്കര ആണ് ഇടാറ്. അപ്പം അതിനു വേണ്ടി പൊടിച്ചു വയ്ക്കും. അപ്പം അതും നമുക്ക് ഒരു ഇച്ചിരി ഇടാം. അത് കുറച്ചുകൂടെ ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് ഉടയട്ടെ, മിക്സ് ആവട്ടെ. അപ്പം ഈ സമയം നമുക്കിതിലേക്കുള്ള അരപ്പിൻ്റെ ഇതൊക്കെ റെഡിയാക്കാം. തേങ്ങയൊക്കെ ചിരകി ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. കറക്റ്റ് രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, രാത്രി വരും, ഭക്ഷണം കഴിക്കും, പോവും. ഇവര് ഇത് പാണാണോ പെണ്ണാണോ എനിക്കറിയില്ല. ഇവര് ഭാര്യയും ഭർത്താവും 3 മക്കളും ഉണ്ടായിരുന്നു. പക്ഷെ മക്കളൊന്നും ഇപ്പം ഇല്ല, അവരൊക്കെ എവിടെയോ പോയി.
നമുക്ക് ഒരു ഇച്ചിരി തേങ്ങ ചിരവാം. അപ്പൊ നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. ഇതിലേക്ക് ഇത് ഞാൻ കഴുകി വെച്ച പച്ചമുളകാണ് ഇതിടാം. ഇനി ഒരു ഇച്ചിരി ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി മതി. പിന്നെ നമുക്കിതിലേക്ക് തൈര് ഒഴിക്കാം. അയ്യോ, ഞാൻ തൈരാക്കി ഇച്ചിരി കളഞ്ഞു പോയി, അത് കഴുകാൻ പോയത്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മറ്റേ ആ തരി ഒന്നും പാടില്ല, നല്ല വെണ്ണ പോലെ അരയണം. അപ്പൊ ഞാനത് അരച്ചിട്ട് വരാം. കുറച്ച് ഗീ നമുക്ക് ഇതിലേക്ക് ആക്കാം കേട്ടോ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതായി തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ഞാൻ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് അധികം ലൂസ് ആവാൻ പാടില്ല, ഇച്ചിരി തിക്കായിട്ടാ വേണ്ടത്. നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് തൈര് ഒഴിച്ചതുകൊണ്ട് നമുക്ക് നല്ല തിളയ്ക്കണ്ട. ഇച്ചിരി ഒരു ചെറിയ തിള വരുമ്പോ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഒന്ന് തിള വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്കിത് വറവിലിടുമ്പോ കാണിക്കാം. ഇതാ ജസ്റ്റ് തിള വരുന്നുണ്ട്, ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് വറവിടാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ വറവിടുക. നന്നായി ചൂടായി നമുക്കിതിലേക്ക് കടുകിടാം. ഇനി ഉലുവയിടാം. ഇനി ഇച്ചിരി വറ്റൽമുളക്, ഓഫ് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമുക്ക് കഴുകി വെച്ച കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം പോലെ ആയിപ്പോയി, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ തിക്കാവും.
ഞാൻ കഴിക്കുമ്പോ കാണിക്കാട്ടോ. ഇന്നത്തെ മെനു ഇന്ന് ഭയങ്കര സിമ്പിളായിട്ട് മാമ്പഴ പുളിശ്ശേരിയും, ഇത് വെണ്ടയ്ക്ക തേങ്ങരച്ചക്കറിയും, ചീര ഉപ്പേരിയും, ഉണക്കമീനും. ഞാൻ ചോറ് എന്താ വേണ്ട? ചീരപ്പേരി വേണ്ട? എന്തില്ല മുളകിന്റെ എവിടെയാ? ചീരപ്പേരി. ചുവപ്പ് ചീര എങ്ങനെയാ ഉണ്ടാക്കുമ്പോ? മിക്സ്ഡാ? ഞാൻ ചുവപ്പ് ചീര എങ്ങനെ കുക്ക് ചെയ്യുമ്പോ മുളക് വേണോ? മുളക്, കറിവേപ്പിലേക്ക്. മാമ്പഴപ്പുളിശ്ശേരി എന്താ? മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ ഫസ്റ്റ് രണ്ടാമത് പറഞ്ഞാലും അങ്ങനെയില്ല. അത് ഞാൻ കട്ട് ചെയ്യും. എനിക്ക് ചോറിൽ മിക്സ് ചെയ്തതിനേക്കാളും ഞാൻ മാളൂന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എവിടെ വെച്ചിട്ട് ഇത് കഴിക്കാൻ ഇതാ കൊടുക്കാൻ കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയപ്പോ എനിക്ക് വെണ്ടക്കറി ഇഷ്ടം. ഇങ്ങനെ ഇത് കോഴിക്കോട് നിന്നുണ്ടോ ഉണക്കമീനല്ല? എല്ലാത്തിന്റെ ഒരു ഗുണം പോയ പോലെ വെച്ചാ പോയി പോവോ? ഇതിനിപ്പോ ഫ്രിഡ്ജിലായിരുന്നു. അതാ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത വെക്കരുതാത്ത ദിവസം അതിന് കുടുംബം ഡബിലാക്കി വെച്ചപ്പോഴാണ് അവിടെ കുഴപ്പമില്ല. പിന്നെ കൊറേ പുറത്ത് വെക്കുമ്പോ ഒരു ഓറഞ്ച് കളർ പോലെയാണ്. കറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഇതിപ്പം കട്ട് ചെയ്യാം. സവാള കിഴങ്ങ് ഇതിലൊക്കെ ഉള്ളികളും വെളുത്തുള്ളി കറക്റ്റ് 10 മാങ്ങ. കറക്റ്റ് 10 മാങ്ങ. 10 ആളില്ല. തേങ്ങ അരച്ച കറിയല്ല.
ഇത് വേണ്ട ആണോ? പ്ലേറ്റ് പൊട്ടി. ഉരുളാണ്ടിന്റെ മാമ്പഴം ഞാൻ അന്ന് വീഡിയോ കണ്ടിരുന്നു, പക്ഷെ അതിൽ ജീരകം ഇടുന്നില്ല. വേറെ തന്നെ അതിൽ പറയില്ല. അതൊന്നുമില്ല. അതെന്താ പഴം മാങ്ങയില, പിന്നെ ശർക്കരപ്പാനി ഒഴിക്കുക, പിന്നെ ഇത് ഇതാക്കുക, എന്ത് ഗീ ആക്കിയിട്ട് ഒരു നല്ല തിളപ്പിക്കുക. അത് പിന്നെ തേങ്ങ ഇടുന്ന, തേങ്ങയിലാണ് അവര് ഒന്നും ഇടുന്നില്ല. തേങ്ങയിൽ തൈരും ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയും മാത്രം ഇട്ട് അരയ്ക്കും. എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഈ മിക്സ് അതിലേക്ക് ഒഴിക്കും. പിന്നെ സാധാ ഇതിൽ വറവിടുക, നെയ്യാക്കിയിട്ട് പറ്റൽമുളകിലും ഉലുവയിലും കടുകിലും വറവിടുക. അത്ര ചെയ്യുന്നുള്ള കാര്യം. ജീരകം ഇടുന്നില്ല. കടുക് ഇട്ടിട്ട് വറവിടുന്നു. എനിക്ക് ആ ജീരകത്തിന്റെ ടേസ്റ്റ് വരുന്നത് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ജീരകം ഇട്ട് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഫോണിന്റെ മെമ്മറി ഫുള്ളോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ആ വീഡിയോയിൽ വേറെ ഏതോ മാങ്ങ ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്താ പറയാ, മാംഗോ സീസൺ ആണ്. നിറയെ മാങ്ങ ഉണ്ട് എല്ലായിടത്തും. എല്ലാവരും മാങ്ങയൊക്കെ മേടിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് പറയൂ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതിന് ഭയങ്കര ഇഷ്ടം.